ശ്രീജ. എൻ്റെ നാട് കൊല്ലമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നതും ഇപ്പോൾ താമസിക്കുന്നത് അബുദാബിയിലാണ്. ഇവിടെ ഈ അൾത്താരയിൽ വന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനും എനിക്കൊരു ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യവും പിന്നെ എൻ്റെ DHA എക്സാം പാസ്സാക്കി തന്നതിൻ്റെ സാക്ഷ്യം പറയാനും കൂടിയാണ്. ഞാൻ അബുദാബിയിൽ പോയിട്ട് 1 വർഷം ജോലിയില്ലാതെ വിഷമിച്ച് ഇരിക്കുമായിരുന്നു. 3 പ്രാവശ്യം ഞാൻ ഹാഡിൻ്റെ എക്സാം എഴുതി ഫെയിലായി പോയതാണ്. ആ സമയത്ത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് എല്ലാം തകർന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ അബുദാബിയിൽ സെൻറ്റ് ജോസഫ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞാൻ പോയി ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഒരു സൂസൻ എന്ന് പറയുന്ന ഒരു ചേച്ചി എന്നെ കാണുന്നത്. ആ ചേച്ചി വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ചും അന്ന് ആ ചേച്ചി കൃപാസനത്തിൻ്റെ ഒരു പത്രം എനിക്ക് തന്നായിരുന്നു. കൃപാസനത്തിൻ്റെ ഒരു പത്രവും തന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കും മോള് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുക്കുന്നതിൻ്റെ പിറ്റെന്നാണ് ഞാൻ 3ാമത്തെ ഹാദിൻ്റെ എക്സാം എഴുതുന്നത്. പക്ഷേ ആ എക്സാം ഞാൻ ഫെയിലായി. ആ മൂന്നാമത്തെ ദിവസം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 3ാമത്തെ ദിവസം പക്ഷേ എനിക്ക് ഒരു ജോലി അവിടെ കിട്ടി. ഡെൻ്റൽ ടെക്നീഷ്യനായിട്ട് ഒരു ജോലി കിട്ടി. അവിടെ ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ലൈസൻസ് ഒന്നുമില്ലാതെ അവിടെ ഒരു ജോലി കിട്ടി. ഓരോ സ്ഥലത്തും ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് അവർ വർക്ക് നന്നായിട്ടുണ്ട്, പക്ഷേ പിന്നെ വിളിക്കാം എന്ന് പറയും. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ വാ, എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയും, പക്ഷേ അവരെന്നെ വിളിക്കത്തില്ല. പക്ഷേ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്ത് ഫുൾ സിറിയൻസ് ആണ്. അവിടെ മലയാളികളൊന്നുമില്ല. അപ്പോഴത്തേക്ക് അവിടെ മലയാളി ഉള്ളത് ഒരു അക്കൗണ്ടൻ്റ് മാത്രമാണ്. അയാൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും വരാറില്ല. പക്ഷേ അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അവിടെ മോൾ വർക്ക് ചെയ്തോ, കാണിക്ക്, ഇത് ശരിയാവും, ചെയ്തോ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അവിടെയുള്ള ആരെയും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ചെയ്ത് കാണിച്ചു. പിറ്റേന്നും എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. പിറ്റേന്നും ഒരു വർക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതും ചെയ്തു. അപ്പോഴത്തേക്ക് ആ അമ്മ വന്നിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോള് ടെൻഷൻ ആവണ്ട, ഇപ്പം തന്നെ ഈ ജോലി ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഓഫീസിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു, ബോസ് വിളിക്കുന്നു, സംസാരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അപ്പോൾ തന്നെ ജോബ് ഓഫർ തന്നു. എല്ലാം അപ്പോൾ തന്നെ ശരിയായി. നാളെ മുതൽ ജോലിക്ക് വരാനും പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ജോലിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് തിരക്കിയത് ആ അമ്മേനെ കുറിച്ചിട്ടാണ്. ആ അമ്മയില്ലേ, എനിക്ക് ആ അമ്മയാണ് ധൈര്യം തന്നത് എന്ന് പറഞ്ഞു. അപ്പോഴവിടെയുള്ളവർ പറയുന്നു, ഇവിടെ അങ്ങനെ ഒരു ആളുമില്ല, ഇവിടെ ആകെ 3 സ്ത്രീകളാണുള്ളത്. അത് ഒരാൾ സിറിയനും 2 പേര് ഫിലിപ്പീൻസുമാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു അമ്മയും ഇല്ല, അങ്ങനെ ഒരു സ്ത്രീയും ഇല്ല അവിടെ. പക്ഷെ പിന്നീട് ഞാനങ്ങനെ പള്ളിയിൽ, ഞാനൊരു ഹിന്ദുവാണ്, ഞാനങ്ങനെ പള്ളിയിൽ ആദ്യമായിട്ട് പോകുന്നത് തന്നെ സെൻറ്റ് ജോസഫ് ചർച്ചിലാണ്. ഞാൻ പിന്നീട് ആ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ അകത്ത് പോയ സമയത്ത് ഒരു മാതാവിനെ കണ്ടായിരുന്നു. അപ്പോഴെനിക്ക് തോന്നി, ഇതേപോലെയുള്ള മാതാവിനെയാണല്ലോ ഞാൻ കണ്ടതെന്ന്. പക്ഷേ ഇവിടുത്തെ മാതാവിൻ്റെ അവിടെ വെളിയിലുള്ള ഒരു മാതാവുണ്ടല്ലോ, ആ മാതാവിൻ്റെ അതേ രൂപമായിരുന്നു ആ അമ്മയ്ക്ക്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് മാതാവ് തന്നെയായിരുന്നു. അവിടെ വേറെ ആരും ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ പിന്നെ മാതാവ് തന്നെയാണെന്ന് എനിക്കും മനസ്സിലായി. വേറെ ആരും അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നുമില്ലായിരുന്നു. എന്തായാലും ആ ജോലി എനിക്ക് കിട്ടി. അതിനുശേഷം വീണ്ടും എക്സാം ഇനി എനിക്ക് എഴുതാൻ പറ്റത്തില്ല. ഹാദിൻ്റെ എക്സാം എഴുതാൻ പറ്റത്തില്ല. 3 പ്രാവശ്യം എഴുതാനേ പറ്റുള്ളൂ. 3 പ്രാവശ്യം ഞാൻ ഫെയിലായിരുന്നു. പിന്നെ എഴുതാൻ പറ്റുന്നത് ദുബായിയുടെ എക്സാമാണ്, DHA. നല്ല പാടാണ്. ഈ 3 എക്സാം എഴുതിയപ്പോൾ തന്നെ കുറേ പൈസ ചിലവായി. പിന്നെ DHA എഴുതാൻ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിലിരുന്ന് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്, നീ എക്സാമിന് കൊടുക്കുന്നു. പക്ഷെ പേടിച്ചിട്ട് ഞാൻ എക്സാമിന് വീണ്ടും കൊടുത്തില്ല. പിന്നെ ഒരു ദിവസം ഞാൻ എക്സാമിന് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എക്സാം എഴുതി എൻ്റെ ലൈസൻസ് വേണം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും എക്സാമിന് കൊടുത്തു.
പക്ഷേ എക്സാമിന് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഡേറ്റ് തരണം, അല്ലാതെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് ഇനി എന്തായാലും ഞാൻ പാസ്സാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്കൊരു ഡേറ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബൈബിൾ ഇത് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കണ്ടത് 27 എന്നുള്ളൊരു ഡേറ്റാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ ജൂൺ 27 വേണ്ടിയിട്ട് ജൂൺ 27 ആ ഡേറ്റിന് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ നോക്കി. അപ്പോൾ അങ്ങനൊരു ഡേറ്റ്, ആ ഡേറ്റിന് എക്സാം ഇല്ല. അപ്പം പിന്നെ കിട്ടിയത് ജൂലൈ 2. അപ്പം ഞാൻ വിചാരിച്ചു, 27 എന്നുള്ള ഡേറ്റ് തന്നിട്ട് പിന്നെ ജൂലൈ 2 വന്നത്, അതെന്ത് അങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം മാതാവ് എൻ്റെ കൂടെ ഇല്ലേ, എനിക്ക് മാതാവല്ലേ ഈ ഡേറ്റ് തരുന്നതെന്നൊക്കെ ഞാൻ ആകെ ടെൻഷനായി. പിന്നെ ഞാൻ ഒരു സാക്ഷി ഇവിടെ കേട്ടപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി പറയുന്നത് ഞാൻ കേട്ടു. അവൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് അവൾക്കൊരു ഡേറ്റ് കിട്ടി, 17 എന്നുള്ളൊരു ഡേറ്റ് കിട്ടിയായിരുന്നു അന്ന്. അപ്പോൾ അവൾ വിചാരിച്ചു ആ 17-ാം തീയതിയാണ് അവൾക്ക് ജോലിക്കുള്ള ഓർഡർ കിട്ടുന്നതെന്ന്. പക്ഷേ അവൾക്ക് കിട്ടിയത് 7/1 കാരണം ജൂലൈ 7-ാം മാസം 1-ാം തീയതിയായിരുന്നു അവൾക്ക് കേട്ടത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ജൂലൈ 2-ാം തീയതി ഇത് മാതാവ് തന്ന ഡേറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഞാൻ ഒന്നും പഠിച്ചില്ല കേട്ടോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. പക്ഷേ ഞാൻ കൃപാസനത്തിൽ ഇവിടെ വിളിച്ചപ്പോൾ സിസ്റ്റർ എനിക്ക് 2 വചനങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, മോൾ ഇത് വെച്ച് പ്രാർത്ഥിക്ക്, തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞു. യേശു കർത്താവാണെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്നുള്ള വചനവും ഞാനത് എഴുതി പ്രാർത്ഥിച്ചു. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, രാത്രി മൊത്തം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല, ഒരു വക പഠിച്ചില്ല. 3 പ്രാവശ്യം തലയും കുത്തി നിന്ന് പഠിച്ചതാണ്. എന്നിട്ട് തോറ്റുപോയ ആളാണ് ഞാൻ. മാതാവിനോട് പറഞ്ഞത്, ഇനി എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഞാൻ പഠിക്കത്തില്ല, മാതാവ് വന്ന് എനിക്ക് പാസ്സാക്കി തരുമെങ്കിൽ ഞാൻ ജയിക്കും, ഇല്ലെങ്കിൽ ഞാൻ ജയിക്കത്തില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാശ് രൂപ അങ്ങനെ ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന കാശ് രൂപ ഇല്ല. പക്ഷേ എനിക്ക് അന്ന് പറഞ്ഞു തന്ന ആ ചേച്ചി എനിക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് വാങ്ങിച്ച ഒരു കാശ് രൂപവും ഉപ്പും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കാശ് രൂപം കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ്, അവിടെ ഒരു സാധനങ്ങളും നമുക്കകത്ത് കൊണ്ട് കയറാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ കയ്യിൽ നഖം കിടപ്പുണ്ടായിരുന്നു, ഞാൻ ആ നഖത്തിൻ്റെ ഇടയിൽ ഉപ്പ് കയറ്റി വെച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ ഈ കാശ് രൂപം കയ്യിൽ പിടിച്ചാലും അവർ കാണും. ഞാൻ എന്ത് ചെയ്യും, ഈ കാശ് രൂപം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല, എങ്ങനെ കൊണ്ട് കയറുമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആരോ പറയുവാണ്, നിൻ്റെ ഉടുപ്പിലെ വള്ളിയില്ലേ അത് ഇന്ന് തുറന്നു നോക്കുന്നു. ഇന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ ആ ചെറിയ കാശ് രൂപ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന അത്ര ഭാഗം തയ്യൽ ഇളവിയിരിക്കുവാണ്. അപ്പം ഞാൻ വേഗം അതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് അത് മടക്കിയും വെച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ അകത്ത് കയറി. പക്ഷെ അതിന് മുന്നേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരുടെയും സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മാതാവ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുമെന്ന്, എനിക്കും ഒരു അടയാളം തരണം. മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് എക്സാം എഴുതി മാതാവ് തന്നെയാണ് ഈ എക്സാം എന്നെ ഇതാക്കി തരുമെങ്കിൽ മാതാവ് അവിടെ മറിയം എന്ന് പേരുള്ള ആരെങ്കിലും ഒരാൾ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നിരുന്നു, ഒരുപാട് ടെൻഷനിലും ഞാൻ അവിടെ വന്നിരുന്നു. കൊന്ത ചൊല്ലിയാണ് ഇരുന്നത്. എങ്കിലും അവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരു പെണ്ണ് വന്നിരിപ്പുണ്ടായിരുന്നു. അത് ഒരു സിറിയൻ പെണ്ണാണ്, ഫുള്ള്. അപ്പം ആ പെണ്ണ്, ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ പെണ്ണ് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, നിനക്ക് എന്തായാലും ഈ എക്സാം കിട്ടും, നീ ഇങ്ങനെ ടെൻഷനായി ഇരിക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നീ കൂളായിട്ടിരിക്കുക, നിനക്ക് ഈ എക്സാം കിട്ടും, നീ ടെൻഷൻ ആവേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സാമിനർ വന്ന് അവളെ വിളിക്കുവാണ്, മറിയമെന്ന്. അപ്പം ഞാൻ ആകെ ഞെട്ടി. അപ്പം എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും എൻ്റെ കൂടെ മാതാവുണ്ട്. അങ്ങനെ തന്നെ ഞാൻ എക്സാം ഹാളിൽ കയറി. ഞാൻ എൻ്റെ നഖത്തിൻ്റെ അകത്തിരുന്ന ഉപ്പ് ആ കീബോർഡിൽ ഇട്ട് പ്രാർത്ഥിച്ച്, പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. ഒരു ക്വസ്റ്റ്യൻസിലോട്ടും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വെറും നന്മ നിറഞ്ഞ മറിയം മാത്രം ചൊല്ലി ഇങ്ങനെ ഓരോ ഇതും ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോഴും എൻ്റെ ചെവിയിൽ പറയുകയാണ്, നീ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. ഞാൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയുകയാണ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച്. എന്നിട്ടും പറയുകയാണ്, നീ ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക്. ഞാൻ പിന്നെ എന്തോ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് വരുന്നത്, 2 ക്വസ്റ്റ്യൻസ് വന്ന്
വീണ്ടും 2 ക്വസ്റ്റ്യൻസ്, വീണ്ടും അടുത്തത് വരുന്നത് ഈ ആദ്യം വന്ന 2 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അങ്ങനെ ഫുൾ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ് വന്നത്. കാരണം അവിടെ ഈ DHAയുടെ എക്സാം, ഡെൻ്റൽ ടെക്നീഷ്യൻ്റെ എക്സാം അന്ന് എഴുതാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. ആ ക്വസ്റ്റ്യൻ മൊത്തം അങ്ങനെ തന്നെയാണ് വന്നത്. എന്തായാലും റിസൾട്ട്, എന്നാലും എക്സാം കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. 3 പ്രാവശ്യം ഫെയിലായ ആളാണ്. ആകെ ടെൻഷനായിരുന്നു. എന്നാലും എക്സാമിൻ്റെ റിസൾട്ട് ചോദിക്കാൻ തന്നെ പേടിയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ അന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ്, നീ എക്സാമിൻ്റെ റിസൾട്ട് എന്തായെന്ന് എന്നിട്ട് പള്ളിയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് എന്തായെന്ന് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതും അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന് പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ, ഇനി എനിക്ക് അവർ പറയുന്ന റിസൾട്ട് അറിയണ്ട, എൻ്റെ മാതാവും ഈശോയും പറഞ്ഞ്, എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, എനിക്ക് എന്താണ് ഞാൻ തോറ്റോ ജയിച്ചോ എന്ന് എൻ്റെ ഈശോ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്നു നോക്കി. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും നിനക്ക് ഞാൻ നൽകും. അത് കണ്ട നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സായിന്ന്. എനിക്കിനി അവരുടെ റിസൾട്ട് ഒന്നും നോക്കണ്ട, ഞാൻ പാസ്സായിന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അവർ എനിക്ക് ഒരു പാസ്സെന്ന് മാത്രം ഒരു മെസ്സേജ് ഇങ്ങനെ ഇട്ടേക്കുന്നു. ഞാൻ അന്നേരം കരയുവാണോ എന്തോന്നറിയാം, ഞാൻ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞു. ഇത്രയും ഇത് വലിയ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇത്രയും വലിയ ഇത് എൻ്റെ അമ്മമാതാവ് മാത്രമേ, എൻ്റെ ഈശോയുടെ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണത്. അത്ര വിശ്വസിച്ച് കൂടെ ബാക്കിയുള്ളവരെല്ലാവർക്കും അറിയാം. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നീ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പഠിക്ക്, എന്തെങ്കിലും ഒന്ന് നോക്ക്, നീ ഇത്രയും പൈസ ചിലവാക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നോക്കത്തില്ല, മാതാവ് എനിക്ക് തരും, അല്ലാതെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞ കാര്യമില്ല, എനിക്കൊരു ക്വാളിറ്റി ഇല്ല, എനിക്ക് ഒരു ഇതുമില്ല, എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ വിശ്വസിച്ചു. എന്തായാലും എനിക്കത് കിട്ടി. പിന്നെ ഒന്നുള്ളതെന്ന് എൻ്റെ അമ്മയ്ക്ക് 12 വർഷമായിട്ട് അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്. അമ്മ 12 വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷേ ആദ്യം 2 പ്രാവശ്യം ഇങ്ങനെ വന്ന് അതങ്ങ് കുറേ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഫുൾ ഒരേ കണക്ക് കിടപ്പായിരുന്നു 4 മാസം. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെങ്ങനെയോ കുറഞ്ഞ് 2 പ്രാവശ്യവും കുറഞ്ഞ്. പക്ഷേ 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ വന്നപ്പോൾ തീരെ ഒട്ടും പറ്റാതായെന്ന് പറഞ്ഞാൽ ആഴ്ച തോറും കീമോ, ഈ ഓരോ ആഴ്ചയിലും കീമോ ചെയ്യുമ്പോൾ അതിൽ ഒരു ദിവസം മാത്രം അമ്മ കുറച്ചൊന്നും ഇതായിട്ട് നിൽക്കും. ബാക്കി എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. കൗണ്ടെല്ലാം അങ്ങ് തീരെ കുറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോയി. അവസാനം ഞാൻ അബുദാബിയിലാണ്, അമ്മ ഇവിടെയാണ്. അവസാനം ഞാൻ പറഞ്ഞു, ഇനി ഒരു രക്ഷയുള്ളൂ, എനിക്കറിയാം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നാലേ രക്ഷയുള്ളൂ. എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടെ പറഞ്ഞു വിട്ട് എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് തീർത്ഥാടന ഉടമ്പടി എടുപ്പിച്ച് ഇവിടുന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കാണിക്കാൻ പോകണം. കീമോയും ഉണ്ടായിരുന്നു, ചെക്കപ്പിന് പോകണം. അന്ന് ചെയ്ത ടെസ്റ്റുകളിൽ എല്ലാം നോർമൽ, ഒരു ടെസ്റ്റിന് പോലും ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും ഇന്ന് ഈ 12-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴും ചെയ്ത എല്ലാ ടെസ്റ്റും നോർമൽ. കീമോ നിർത്തി വെച്ച് ഇനി ഒരു ഫുള്ള് ടെസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം നോർമലായി. എല്ലാം കീമോയും എല്ലാം നിർത്തിവെച്ച് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും രോഗസൗഖ്യം കൊടുത്തതിന് എൻ്റെ അമ്മ മാതാവിനോട് ഈശോയോട് 1000 നന്ദി. 2.25 വർഷം കൊണ്ട് ഞാൻ മാതാവും ഈശോയും ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല, ഇനി ഒരിക്കലും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ ദിവസവും ഞാൻ 11-ാം തീയതിയാണ് ഞാൻ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ അതുവരെ എല്ലാ ദിവസവും സെൻറ്റ് ജോസഫ് ചർച്ചിൽ അവിടുത്തെ കുർബാന കൂടും. കുർബാനയ്ക്ക് ഞാൻ പോവാത്ത ഒരു ദിവസം എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച ദിവസം മലയാളം കുർബാനയും ബാക്കി എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയും. അതിന് പോവാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേദിവസം
ദിവസം ഞാൻ അവിടെ കുർബാനയ്ക്ക് പോയിട്ട് സത്യം പറഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്തും പോയിരുന്നിട്ട് കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ അവരെ വിട്ടിട്ട് പോകുന്ന പോലെ അവിടെ നിന്ന് എനിക്ക് വരാൻ പറ്റാത്ത സങ്കടമായിരുന്നു എനിക്ക്. എൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാ സഹോദരങ്ങളും തമ്മിൽ 12 വർഷമായിട്ട് 12 വർഷമല്ല 10 വർഷം, എൻ്റെ മോന് 10 വയസ്സായി. എൻ്റെ മോന് 6 മാസം, എൻ്റെ വയറ്റിൽ 6 മാസം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവരെല്ലാവരും തമ്മിൽ പിണങ്ങിയതാണ്. എല്ലാവരും തമ്മിൽ പിണങ്ങി, ആരും പരസ്പരം മിണ്ടത്തില്ല, ആരും ആരോടും മിണ്ടത്തില്ല, ഒരു ഇതുമില്ലായിരിക്കുമായിരുന്നു. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ മാതാവിനോട്, മാതാവേ ഈ കാരണം ഒരു കാര്യമില്ലാതെ പിണങ്ങിയതാണ്. വെറുതെ വേറെ കുറച്ച് ആൾക്കാർ കള്ളത്തരം പറഞ്ഞു കൊടുത്ത് പിണക്കിയതാണ്. ഞാൻ പറഞ്ഞു, മാതാവേ ഈ ഒരു കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തരണം. അവരെല്ലാവരും തമ്മിൽ അവരുടെ പിണക്കം മാറ്റി എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കണം മാതാവേ, ഒരുമിച്ച് എല്ലാവരും ഒരേപോലെ നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്. ഇപ്പോൾ എല്ലാവരും അവരൊന്നും ഒരിക്കലും മുഖത്തോട് മുഖം നോക്കാതിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അവരെല്ലാവരും നല്ല സന്തോഷത്തിൽ, എല്ലാവരും ഭയങ്കര അടുപ്പത്തിലായി. അതുമാത്രമല്ല, ഒരാളുടെ മോളുടെ കല്യാണമാണ് ഈ 17-ാം തീയതി. എല്ലാവരും ഒരുമിച്ച്, ഒരാൾ പോലും വരാതില്ല, എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും എത്തിയിട്ടുമുണ്ട്. അത്രയും വലിയ സന്തോഷം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഇതിൽ കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. എനിക്കതൊക്കെ വലിയ കാര്യങ്ങളാണ്, പക്ഷേ എന്നാലും പറയാനുള്ള സമയപരിമിതി കൊണ്ട് ഞാൻ ഇതൊക്കെ കുറയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വൃദ്ധസദനത്തിലേക്ക് ഫുഡ് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് ഫുഡ് ഉണ്ടാക്കിപ്പിച്ച് നമ്മൾ തന്നെ എൻ്റെ വീട്ടുകാർ തന്നെ ഫുഡ് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഈ തെരുവിൽ കഴിയുന്ന കൊച്ചുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു സംഘടനയുണ്ട്, അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്ത് അതിൻ്റെ പിന്നെ പക്ഷെ അതൊന്നും നമ്മുടെ പേരിലല്ല കൊടുക്കുന്നത് കേട്ടോ, ഈശോയുടെ നാമത്തിൽ. ഞാൻ കൃപാസന മാതാവിൻ്റെ ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആരുടെ പേര് വെക്കണം, ഫോട്ടോ വെക്കണമെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, എന്നാൽ പിന്നെ ഫോട്ടോ വെക്കണമെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ തരാം, ഇല്ലെങ്കിൽ ഈശോയുടെ ഫോട്ടോ തരാം. അല്ലാതെ നമ്മുടെ ആരുടെയും പേരിലോ അങ്ങനെയല്ല, ഈശോയുടെ നാമത്തിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തതും എല്ലാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ശ്രുതിയുടെ സുന്ദരമായ സാക്ഷ്യം നാം കേൾക്കുകയാണ്. ഈ മകളുടെ കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ ഉടമ്പടി ജീവിതം, ആ ഉടമ്പടിയോടുള്ള മകളുടെ വിശ്വസ്തത, ആ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, അതോരോന്നും നമ്മൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധമ്മയുടെ കൃത്യമായ പ്രസൻസ്, പരിശുദ്ധമ്മയുടെ കൃത്യമായ ഇടപെടലുകൾ നിരന്തരം നമുക്ക് കാണാനാവും. മകൾ പറയുന്നുണ്ട്, ആദ്യം